നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ 1956 to 63 വരെയുള്ള ഒരു കാലയളവിലാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വാക്യൂം ട്യൂബ്സിൻ്റെ പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഡെവലപ്പായി. ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൈസ് ഒന്നും കൂടി കുറയ്ക്കാൻ പറ്റി, ഫാസ്റ്ററായി, കുറച്ചും കൂടി ചീപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആവുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു റേറ്റ് ഒന്നും ആയിരുന്നില്ല അന്ന്. എന്ന് വെച്ചാൽ വാക്യൂം ട്യൂബ്സിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടി ചീപ്പർ റേറ്റിൽ നമുക്ക് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി തുടങ്ങി. പിന്നെ ഇതിന് കുറച്ചും കൂടി ഫസ്റ്റ് ജനറേഷനിൽ എങ്ങനെയായിരുന്നു? കുറേ പവർ കൺസംഷൻ കൂടുതലായിരുന്നു. ഇതിലെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടി പവർ കുറവ് മതി, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. വാക്യൂം ട്യൂബ്സിൻ്റെ അത്ര പ്രോബ്ലംസ് ഇല്ല, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്തായിരുന്നു? ഡാമേജിങ് സെൻസിറ്റീവ് പാർട്സിനെ ഡാമേജ് ചെയ്യാനുള്ള ഒരു റീസൺ കൂടി അത് മാറിയിരുന്നു. പിന്നെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോബോൾ, ഫോർട്രാൻ, ആൽഗോൾ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ ആ ഒരു ടൈമിൽ ഡെവലപ്പായി. കോബോളിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ്. ഫോർട്രാൻ വരുന്നത് ഫോർമുല ട്രാൻസ്ലേഷൻ, ആൻഡ് ആൽഗോൾ അൽഗറിതമിക് ലാംഗ്വേജ്. ഇത് മൂന്നുമാണ് അന്ന് ഡെവലപ്പ് ചെയ്തിരുന്ന 3 ലാംഗ്വേജ് എന്ന് പറയുന്നത്.